നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ദൂരം വന്നിരിക്കുന്നത്. പണി ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് പതുക്കെ പോ. അവിടെ വണ്ടി ഇട്ടിട്ട് ഒരു 50-100 മീറ്റേഴ്സ് നടക്കാനുണ്ട്. തെന്നി ഒഴിവില്ല. ആ ഉണ്ട് ഉണ്ട്. ഹലോ ഗൈസ്, അതെ നമ്മൾ ഇന്ന് മൺസൂൺ 1 ഡേ വീക്കെൻഡ് ട്രിപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് പോകുന്നത് ആനയടിക്കൽക്കുത്ത് വാട്ടർഫോളിലേക്കാണ്. ഞങ്ങളെ പ്ലാനിങ് എന്ന് പറയുന്നത് ബൈക്കിൽ പോകണമെന്നായിരുന്നു. പക്ഷേ കുറെ ലഗേജ് ഉണ്ടായിരുന്നു. പറയുമ്പോ 1 ഡേ ട്രിപ്പ് ആണ്, ബട്ട് കുറെ ലഗേജ് ഉണ്ടായിരുന്നു. ഞാനൊരു ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പൊക്കെ പോവാം, പക്ഷെ ഇന്നത്തെ ട്രിപ്പില് പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് വീട്ടിലിരുന്ന് കുക്ക് ചെയ്തേക്കാണ്. വീട്ടിൽ കുക്ക് ചെയ്ത ഫുഡായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഇതിന്ന് ഞാൻ എക്സംഷൻ എടുത്തിട്ടുണ്ട്. മെയിൻ എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ എന്തായാലും ചായ സ്നാക്സും ആ പരിപാടി എന്തായാലും നമ്മൾ കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണല്ലോ, ചൂടോട് കൂടിയിട്ട് സെറ്റ് ചെയ്ത് കുടിക്കാന്നുള്ളത്. അപ്പൊ ഞങ്ങള് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയിക്കാവുന്നതാണ്. നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. മഴ കിട്ടിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കാറി വെച്ചിട്ട് തന്നെ കഴിച്ചത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്. യോഗർട്ട് ആണ്. ഹെൽത്തി ആൻഡ് യമ്മി. ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, കിവി ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. എറണാകുളത്ത് നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ആണ് ഈ വാട്ടർഫോളിലേക്കുള്ളത്. ഒരു 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താവുന്നതാണ്. പട്ടിമറ്റം, മൂവാറ്റുപുഴ, പോത്തനിക്കാട് വഴിയായിരുന്നു ഈ യാത്ര ഉണ്ടായിരുന്നത്. കുറച്ച് നേരത്തെ ഇറങ്ങിയ ഇടുക്കി ടൗൺഷിപ്പിലേക്കും പോകാം. അവിടുന്ന് 1 മണിക്കൂറും കൂടി ഉള്ളൂ. ഇവിടെ സഞ്ചാരം എന്ന് പറയുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അതാണ് അതിന്റെ വാട്ടർഫോളിന്റെ ഏറ്റവും അടുത്തുള്ള പാർക്കിംഗ്. വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പണി ചെയ്യിപ്പിച്ചിട്ട് മുന്നേ കട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും. സലാഡിലേക്കുള്ള സംഭവം ഉണ്ടാക്കണം. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത കാരണം കണ്ടില്ലേ, സാധനത്തേറ്റ് വരുന്നത് ചൂട് പോവാണ്ട് വെക്കാനുള്ള കവർ. അത് അവിടെ എത്തിയിട്ട് നോക്കാം ചൂട് പോവില്ലേന്നുള്ളത്. അവിടെ വണ്ടി ഇട്ടിട്ട് ഒരു 50-100 മീറ്റേഴ്സ് നടക്കാനുണ്ട്. വളരെ കല്ലും കട്ടകളൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് നടക്കണം. ചളിയുണ്ട്. അയ്യോ, ഒരു കയറ്റ കയറാനുണ്ടാ. മുകളിലോട്ട് കയറാം. അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടാവൂന്നുള്ളത് കണ്ടറിയണ്ടായിരുന്നു. ഞങ്ങള് ആ പാറ കയറിയില്ല. വെള്ളച്ചാട്ടം താഴെ ആവുന്നുള്ളത് കൊണ്ടുള്ള പ്രതീക്ഷയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് വരാന്ന് വിചാരിച്ചു. കാട്ടിൽ കൂടെ പോണം തോന്നുന്നു. ഇതൊരു റബ്ബർ തോട്ടമാണ്. ഇതിന്റെ ഉള്ളിലും വീട് അല്ലേ. ഇതൊക്കെ എങ്ങനെയാണാവോ സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ നിൽക്കാത്ത ഒരു ഫീല്. അറിയില്ല, കഴിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ഇങ്ങനെയാണോ വഴി? പക്ഷെ അങ്ങനെയല്ലാന്ന് പറയുന്നു. അങ്ങനെയല്ലാന്ന് പറഞ്ഞേ. ഞാൻ തന്നെ ആദ്യം കേറണ. അവരാദ്യം പോട്ടെ. തെന്നി ഒഴിവില്ല. യൂട്യൂബ് ചാനൽ ആ ഉണ്ട് ഉണ്ട്. നിങ്ങളാവില്ല, ഞങ്ങളാവും വീഴുന്നുണ്ടാവുക. വണ്ടി പാർക്ക് ചെയ്തോടത്ത് നിന്ന് ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ കാണാം. ഈ പാറയിൽ ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മൾ മുകളിലെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ വേണ്ടി. അത്ര ബുദ്ധിമുട്ടുള്ള കയറ്റമൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാലും മഴ പെയ്തതിന്റെ വഴുക്കലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ച് കയറുക. ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് മേലേക്ക് കയറാനായിട്ട് ശ്രദ്ധിക്കുക. പാറ കയറി വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇനി അതിന്റെ മുകളിലെ ഭാഗങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുറച്ചുകൂടി സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട്. ഇത്രയും ഭാഗം കയറിയിട്ടാണ് മുകളിലേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് അതൊക്കെ നമ്മളെ തിരുപ്പള്ളിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ മുകളിലേക്ക് നടന്നു വരണം. നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് അന്വേഷിച്ചിട്ട് നടക്കണേ. അകലെ ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കാൻ. ഇതാ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം. കഴിക്കൂലട്ടാ.
ഇത് ഒരു പാലാണ്. ഈ പാലം കടന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് എത്തും. ഇവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ആ സൈഡിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത് ഭക്ഷണം കഴിക്കാൻ. വെള്ളച്ചാട്ടം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചായ. ഇവിടെ ഇതിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ഇങ്ങേ സൈഡ്, ഈ സൈഡ്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നു. ചായക്കടയിലാണ് നിൽക്കണോ? ഈ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത്ര ദൂരം വന്നിരിക്കുന്നത്. ട്രോളാണല്ലോ എല്ലാവർക്കും. ഇങ്ങോട്ട് വരുന്നവരാണെങ്കിലെങ്കിൽ ഈ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുക. അപ്പൊ അത് ഇവർക്കും ഒരു സഹായമാവും. ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നവരാണ് ഇവരെന്നാണ് തോന്നുന്നത്. അന്തസ് ചായ കുടിച്ച് ഞങ്ങള് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. നല്ല നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ കഴിച്ച് എന്റെ നെയ്ച്ചോറും ചിക്കൻ കറി എന്റെ നെയ്ച്ചോറും ചിക്കൻ കറി. ഈ ജീപ്പൊക്കെ ഇവരുടെ അടുത്ത് താമസിക്കുന്നവരുടേതാണ്. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ഭാഗത്തുള്ള വെള്ളത്തിലേക്കാണ് ആദ്യം ഇറങ്ങിയത്. അരുവി പോലെയാണ് ഇവിടെ വെള്ളം പോകുന്നത്. ഇവിടെ നിന്ന് വെള്ളം വന്നതിന് ശേഷമാണ് താഴത്തോട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. താഴത്തേക്ക് ഇങ്ങോട്ടേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. ഇതാണ് ആനയിടിക്കൽ കുത്ത് വാട്ടർഫോൾ എന്ന് പറയുന്നത്. അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നില്ലത്, എന്നാലും നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ സേഫായിട്ട് വരാൻ ശ്രമിക്കുക. മഴക്കാലമാണ്. ഡ്രസ്സ് മാറാനുള്ള ഫെസിലിറ്റീസ് അതിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് സഞ്ചാരം പോലെയുള്ള പാർക്കിംഗ് വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബാത്റൂം സൗകര്യം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങാത്തത് കൊണ്ട് എൻ്റെ ഷർട്ട് മാത്രമേ ഇന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എൻട്രി ഫീസൊന്നുമില്ല. 50 രൂപ കാറിനുള്ള പാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. 20 രൂപയാണ് ബൈക്കിനുള്ളത്. ടെമ്പോ ആണെന്നുണ്ടെങ്കിൽ 70 രൂപയാണ് സഞ്ചാരത്തിലെ പാർക്കിംഗ് ഫീസ്. അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ പിന്നിൽ 3 പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 3 പേര് അവരവരുടെ ഫോണ് പോയിട്ട് അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഞങ്ങളത് അറിയുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അവരുടെ ഫോണിലേക്ക് ഞങ്ങൾ റിങ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻഗേജ് ആയിരുന്നു. ഒഴുകിപ്പോയി എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഷുഹൈബിക്ക് അവിടെ പോയി തപ്പി കണ്ടുപിടിച്ച് അവർക്ക് ഫോണ് കൊടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ സ്നേഹപ്രകടനമാണ് ആ ചെങ്ങായി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കത് കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയണ്ടായിരുന്നില്ല. അത്രക്കും സന്തോഷമായി എന്നുള്ളതാണ്. സാംസങ്ങിന്റെ S24 ആയിരുന്നു പോയിണ്ടായിരുന്നത്. പോരാത്തിന് 5 മാസമായിട്ടുള്ള ഫോൺ വാങ്ങിച്ചിട്ട്, എന്നിട്ട് EMI കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു ഞങ്ങളടുത്ത് അവര്. കോഴിക്കോടുള്ള അതുലിന്റെ ഫോണായിരുന്നു അത്. ഞങ്ങൾ എറണാകുളത്താണെന്ന് പറഞ്ഞപ്പോൾ എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തായാലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് യാത്രയായി അടുത്ത സ്ഥലത്തേക്ക്. വാട്ടർഫോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നിക്കാണ്. കോട്ടപ്പാറ വ്യൂ പോയിന്റ്. നല്ല ഹൈറ്റിലാണിത്. വ്യൂ പോയിന്റ് നമുക്ക് എങ്ങനെയാന്ന് നോക്കിയിട്ട് വരാം. ഈ വ്യൂ പോയിന്റ് എറണാകുളം പോകുന്ന വഴിയിൽ തന്നെയാണ് ഉള്ളത്. ഒരുപാട് ദൂരമൊന്നും നടക്കാനില്ല. കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്താവുന്നതാണ്. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ നല്ല രസമുണ്ടെന്നാണ് പ്രദേശവാസികൾ ഞങ്ങളോട് പറഞ്ഞത്. ക്ലൗഡ് ബഡ്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് ക്ലൗഡ് ബഡ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യൂ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഇവിടുന്ന് തിരിച്ചു മുള്ളരിങ്ങാട് വഴിയാണ് എറണാകുളത്തേക്ക് പോയത്. ഇതങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു വഴിയല്ലാന്ന് തോന്നുന്നു. ശക്തമറ്റം റിസർവ് ഫോറസ്റ്റ് ആണിത്. ആക്ച്വലി ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഗൂഢമായല്ലേ. ഫോറസ്റ്റ് ഏരിയ ആണ് ഇത്. കണ്ടോ, ഭയങ്കര ഇരുട്ടാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെയുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.